നമസ്കാരം ഗൈസ്. ഡൽഹിയിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 2026 നീറ്റ് എക്സാമിന്റെ ക്രമക്കേടിനെ തുടർന്ന് എക്സാം റദ്ദു ചെയ്തു. ഏകദേശം 10-നും 20-നും ഇടയിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ വേറെ. ഇവയൊക്കെ തന്നെ ഈ രണ്ട് സംഗതികളും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സിസ്റ്റത്തിനെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയൊക്കെ തിരിയാൻ രാജ്യത്തെ ഒരു വലിയ വിഭാഗം യുവജനങ്ങളെ പ്രേരിപ്പിച്ചു. അവർ CJPയുടെ ലേബലിൽ അണിചേർന്നു. അങ്ങനെ അവരുടെ മുന്നേറിക്കൊണ്ടിരിക്കെ ജൂൺ 28-ന് വളരെ നിർണായകമായ ഒരു സംഭവ വികാസം ഉണ്ടാകുന്നു. ലഡാക്കിലെ വിദ്യാഭ്യാസ രംഗത്തെ നവോത്ഥാന നായകൻ, ലോകം മുഴുവൻ ആരാധകരുള്ള സോനം വാങ്ചുക് അദ്ദേഹം സമരപ്പന്തലിൽ വരുന്നു. നിരാഹാര സത്യാഗ്രഹം തുടങ്ങുന്നു. അതോടെ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് ബഹുദൂരം മുന്നേറുകയാണ്. പിന്നീട് നാം കാണുന്നത് ലോകമാധ്യമങ്ങൾ ഈ സമരത്തെ ചർച്ചയാക്കുന്നതാണ്. അതുവരെ CJPയുടെ ഈ സമരത്തെ അവഗണിച്ച ചെറുതായി കണ്ട മെയിൻസ്ട്രീം ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ സമരപ്പന്തലിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു. ശ്രീ സോനത്തിന്റെ അനാരോഗ്യത്തെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി ഇടപെടുന്നു. അതിനാൽ തന്നെ ഡൽഹി പോലീസ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. പക്ഷേ അപ്പോഴും അവിടെ അദ്ദേഹം നിരാഹാരത്തിലാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സമരമുഖത്ത് കാണിച്ചിരുന്നു. ഇപ്പോൾ പാർലമെന്റിൽ മൺസൂൺ കാല മീറ്റിംഗ് നടക്കുകയാണല്ലോ. ജൂലൈ 20-ന് സൺസെറ്റ് ചലോ എന്ന മാർച്ചിന് CJP മുതിരുന്നു. ഡൽഹി പോലീസും CJPയിലെ യുവാക്കളും പരസ്പരം ഏറ്റുമുട്ടി. ഇരു കൂട്ടർക്കും പരിക്കുകളുമുണ്ട്. ഗ്യാസ്, ലാത്തി ചാർജ് അങ്ങനെ വളരെ പരുക്കൻ സമീപനമാണ് പോലീസിന്റെയും ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. പിന്നീട് നാം കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഇടപെടലാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒട്ടും മാന്യമല്ലാത്ത രീതിയിലാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ അവിടെ നിന്നും നീക്കം ചെയ്തത്. വളരെ ഗുരുതരമായ സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. രാജ്യത്തുടനീളമുള്ള യുവാക്കൾ, അവരുടെ രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, കർഷകർ ഒക്കെ തന്നെ ഒരു ജനത മുഴുവനും ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു അസാധാരണമായ അത്യന്തം ആകാംക്ഷാഭരിതമായ ഒരു സാമൂഹിക അന്തരീക്ഷമാണ് നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിയുന്നത്. രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ആയിരക്കണക്കിന് പൗരന്മാരുടെ കുത്തൊഴുക്ക് കാണുമ്പോൾ പ്രതികരണ ശേഷിയുള്ള ഇന്ത്യൻ യുവത ഉറക്കമുണർന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഗൈസ്. ഇനി ഇവരെ ഉറക്കിക്കിടത്താൻ ആർക്കും കഴിയില്ല. കോടതിയിലെ ഒരു ജഡ്ജി കളിയാക്കി പറഞ്ഞതാണ് പാറ്റകളെന്ന്. ഇന്ന് പാറ്റകൾ ഇന്ത്യയുടെ കളങ്കിതമായ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഉടച്ചു വാർക്കാനുള്ള യത്നത്തിലാണ്. അതിന് പിന്തുണയുമായി ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ അവർക്ക് പിന്നിലായുണ്ട്. നാളെ ഈ നാട് നയിക്കേണ്ട ഈ കുട്ടികൾ തിന്മയ്ക്കെതിരെ പോരാടുമ്പോൾ, അവരെ തല്ലിച്ചകറ്റുന്ന കാട്ടുനീതി കാണുമ്പോൾ ഭരണവർഗത്തോട് ഒരു ചോദ്യം മാത്രം: എത്ര നാൾ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ഒന്ന് ഓർക്കുക, വേർ സപ്രഷൻ, വേർ ഓപ്പറേഷൻ.